നമുക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടി വരുന്നു. എക്കണോമിക് ടൈംസാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാർ വരികയാണ്. അവരിവിടെ ഉണ്ട്. ഒരു പുതിയ കാര്യമൊന്നുമല്ല അവർ വരുന്നത്. പക്ഷേ അവരുടെ എല്ലാം ഈ വർക്ക് സ്റ്റേഷനുകളാണ് ഇവിടെ നിലവിലുണ്ടായിരുന്നത്. ഔട്ട്സോഴ്സിങ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് സ്റ്റേഷനുകളും ടൈപ്സുകളൊക്കെയാണ് പല പല നഗരങ്ങളിലൊക്കെ അവരുടെ ചെറിയ ചെറിയ ഓഫീസുകളും അങ്ങനെയൊക്കെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് അവരുടെ ഇന്ത്യയിലെ സെൻറ്ററുകൾ വികസിപ്പിക്കുകയും ഇന്ത്യയിലെ നേതൃത്വ നിരയെ ഉടച്ചു വാർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. അതിൻ്റെ ലക്ഷ്യം തന്നെ ഇന്ത്യ ഒരു വലിയ വളർച്ചാ കേന്ദ്രമാക്കി മാറ്റാനാണ്. എന്ന് വെച്ചാൽ ഇവിടെ തമ്പടിച്ചുകൊണ്ട് ഇവിടെ വിപുലമായ പദ്ധതികളാണ് അവർ നടപ്പാക്കാൻ പോകുന്നതെന്നാണ്. നമുക്കിനിപ്പോൾ ഒരു സുന്ദർ പിച്ചയോ ഒരു സത്യനാഥല്ലയോ ഒക്കെ പോലെ അടുത്ത തലമുറയിലേക്ക് മാഷപ്പോഴും പറയുന്ന പോലെ സത്യം സുന്ദരത്തിന് നടുവിൽ ഒരു ശിവം ഉണ്ട്. ആ ശിവം ചിലപ്പോൾ ഇവിടെ ശിവന്മാർ, സുന്ദരന്മാർ, നാദല്യമാർ ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ഈ ക്ലൗഡ് ഏജൻസികൾ, എൻ്റർപ്രൈസസ്, ടെക്നോളജി കമ്പനികളൊക്കെ ഇവിടേക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് വരുമ്പോൾ അവർ ഇന്ത്യയെ കാണുന്നത് കേവലം ഒരു വിൽപ്പന അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കാണുന്നതിന് പകരം സാങ്കേതികവിദ്യയും ഡാറ്റയും ഡെവലപ്മെൻറ്റും പ്രധാന കേന്ദ്രങ്ങളാക്കി വളർത്താനുള്ള, ഇതുമായി ബന്ധപ്പെട്ട് അതിനെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാനുള്ള തന്ത്രപരമായ ഒരു നീക്കമായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. മാഷ് എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നത്? ഈ വാർത്ത കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇത് നമ്മളോടുള്ളതല്ല, ഈ വാർത്ത ട്രംപിനുള്ളതാണ്. മറുപടിയുള്ള ട്രംപിന് അവരുടെ നാട്ടിൽ നിന്ന് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരുള്ളത് അമേരിക്കയിലാണ്. അപ്പോൾ അവർക്ക് പോലും ട്രംപിന് ക്രിയാത്മകമായി മറുപടി പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അവർ കൊടുക്കുന്ന ഏറ്റവും പോസിറ്റീവായ മറുപടിയാണ്, ഏറ്റവും ക്രിയേറ്റീവായ മറുപടിയാണിത്. നിങ്ങൾക്ക് ഇന്ത്യൻ ടെക്കികളെ തിരിച്ചയക്കണോ? നിങ്ങൾക്ക് H1B വിസ നിഷേധിക്കണോ? സത്യം. നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയും എക്സ്ചേഞ്ച് വിസയും ഒക്കെ നിർത്തലാക്കണോ? നിങ്ങൾക്ക് കുടിയേറ്റക്കാരെ മുഴുവൻ ഇവിടുന്ന് തിരിച്ചയക്കണോ? ഒരു കാര്യം ചെയ്തോളാം, ഈ നാടിനെ ഇത്രയും കാലം പോറ്റിക്കൊണ്ടിരുന്ന ഞങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് പറിച്ചു നട്ടുകൊള്ളാം. കൃത്യമായി ഇത് ഈ അമേരിക്കൻ ടെക്കികൾ, അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ലോകത്തിലെ വൻകിട ടെക്കികൾ അമേരിക്കൻ ഭരണകൂടത്തിന് കൊടുക്കുന്ന മറുപടിയാണ് ആദ്യം. രണ്ട്, ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു പുതിയ വാഗ്ദാനവുമാണ്. നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല, വലിയ പ്രതീക്ഷയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളെ വരാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം. ഇതിനൊപ്പം വന്നു ചേർന്ന ഒരു സമാന്തരമായ ഓഫർ ഓർത്ത് നോക്കൂ. ചൈന എല്ലാ വാതിലുകളും തുറന്നു വെക്കും. നിങ്ങൾ വെറുതെ ഒരു ഓൺലൈനിൽ അപേക്ഷിച്ചാൽ മതി, നിങ്ങൾക്ക് വരാനുള്ള സ്കോളർഷിപ്പ് പോലും ഞങ്ങൾ തരാം. മുഹമ്മദിന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ അപ്പോൾ അങ്ങോട്ട് വരുന്നു. അതാണ് രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത് ഒരേ സമയത്ത്. കടന്നു വരൂ എന്ന് വെച്ചിട്ട് ചൈനയെ പോലുള്ള വൻ മതിലുകളുടെ വാതിലുകൾ തുറന്നു വെക്കും, കോട്ടവാതിലുകൾ തുറന്നു വെക്കുന്ന ഒരു ഭാഗത്ത് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. അപ്പോൾ വേറൊരു കൂട്ടർ ഓഫർ ചെയ്യുന്നത്, അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങളുടെ കുത്തക കമ്പനികൾ ഓഫർ ചെയ്യുന്നത്, വേണ്ട, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു തലക്ക് വെളിവില്ലാത്ത ഒരാൾ നാട് ഭരിക്കുന്നുണ്ടല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയാണ്. തീർച്ചയായിട്ടും. പടിഞ്ഞാറ് കിഴക്കോട്ട് വരുന്നു. അതെ, കിഴക്കോട്ട് വരുന്നു. അത് ചരിത്രത്തിൻ്റെ ഒരു നീതിയാണ്, കാവ്യനീതി എന്ന് പറയില്ലേ. തീർച്ചയായിട്ടും അത് ഒരു വികസന ബ്രേക്ക് ഔട്ട് സമീപനത്തിലേക്കാണ് മാറുന്നു എന്നാണ് റിപ്പോർട്ട്. അതെ. ഇതിനെ ഒന്നും ഒരു ഡാറ്റ ബ്രിക്സ് പണിയുന്ന ഒരു സ്വഭാവം. ഡാറ്റ ബ്രിക്സ് ആണ് ഈ കൺട്രി മാനേജർമാരെ വെച്ചിട്ട് ഡാറ്റ ബ്രിക്സ് അടുക്കി. അതെ. ഈ ഡാറ്റ എന്ന് പറയുന്നത് പുതിയ ലോകത്തിൻ്റെ, പുതിയ സാങ്കേതിക വിദ്യയുടെ കൊമോഡിറ്റിയാണ്. ഡാറ്റയാണ് ചരക്ക്, ഏറ്റവും വില കൂടിയ സാധനം. നമ്മൾ ഗോൾഡൻ എന്ന് പറയില്ലേ, സ്വർണ്ണമല്ല പുതിയ കാലത്തെ നിക്ഷേപം. പുതിയ കാലത്തെ സാങ്കേതിക വിദ്യയുടെ നിക്ഷേപം ഡാറ്റയാണ്. ആ ഡാറ്റയിൽ ഇവർ വെറുതെ അല്ല വരുന്നത് സാറേ. ഇവർ വെറുതെ വരുമോ? ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ളവരായി വരുന്നത് ലാഭമാണ് വരുന്നത്. കാരണം അവർക്ക് ഇവിടെ അസറ്റ് ഉണ്ട്. ഈ ഗോൾഡ് ഇവിടെ സമ്പന്നമായിട്ടുണ്ട്. ഏതാണ് ആ ഗോൾഡ്? ഡാറ്റയാണ്. ആ ഡാറ്റ മനുഷ്യവിഭവശേഷി മാത്രമല്ല, നമ്മുടെ നാട് തന്നെ ഒരു ഡാറ്റയാണ്. ഓരോ ഇൻഫർമേഷൻ ഡാറ്റയാണ്. ജാക്മ പണ്ട് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജാക്മ പറഞ്ഞ വസ്തുതയുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഡാറ്റയാണ് ഇന്ത്യയുടേത്. അതിൻ്റെ എന്താ കാരണം? നിങ്ങൾക്ക് പകരം കിട്ടാനുള്ള ഡാറ്റ ഒന്നുകിൽ ചൈനീസ് ഡാറ്റയാണ് അല്ലെങ്കിൽ അമേരിക്കൻ ഡാറ്റയാണ്. ചൈനീസ് ഡാറ്റയ്ക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് അതിന് പരിമിതി ഉണ്ടാവും. ഒരിക്കലും ചൈനയിലെ ഒരു ജനതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിവരവും അതിൻ്റെ പരമാവധിയിൽ എത്തിയിട്ടുണ്ടാവില്ല. കാരണം ചൈനീസ് പൗരനെ അവൻ്റെ പരമാവധിയിലേക്ക് വളരാൻ ചൈന സ്വാതന്ത്ര്യമില്ല. രണ്ട്,
അമേരിക്കൻ പൗരന്റെ വളർച്ച മുഴുവനും ഏകദാനമാണ്, യൂണിഫോമാണ്. അതെ. എല്ലാ അമേരിക്കക്കാരും ഒരുപോലെ ജീവിക്കുന്നു. അതെ. ഇന്ത്യക്കാരുടെ സ്ഥിതി അതല്ല. അല്ല. ഇന്ത്യക്കാരുടെ സ്ഥിതി വളരെ വൈവിധ്യമാർന്ന ജീവിതം, വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷ, കോസ്റ്റ്യൂംസ്, ഫുഡ് എല്ലാം വ്യത്യസ്തമാണ്. അവരെല്ലാം ഒരു കാര്യത്തിൽ ഒരു 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 ഒറ്റ നേർരേഖയിൽ പോകുന്നുണ്ട്. ഒരു കാര്യത്തിൽ സമന്മാരാണ്. അവരെല്ലാവരും UPI ഉപയോഗിക്കുന്നു. ഇവരെയാണ് നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്നത്, പുതിയ സാങ്കേതിക വിദ്യയിൽ കോർത്തിണക്കി. ഇവർക്കൊക്കെ പരിഹസിച്ചവരുണ്ടല്ലോ. നിങ്ങളിപ്പോൾ മത്തി കച്ചവടക്കാർക്ക്, മീൻ കച്ചവടക്കാർക്ക് നിങ്ങൾ ഈ നിങ്ങളുടെ പുതിയ UPI ഉപയോഗിക്കുമോ? ഞാൻ തോമസ് ഐസക്കിന്റെ പഴയ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ ദിവസം കണ്ടു. ആരോ അയച്ചു തന്നാണ്. അപ്പൊ എന്താണ് ഇവർ പറയുന്നത്? ഇവർക്ക് എങ്ങനെ മത്തിക്കച്ചവടക്കാർക്കൊക്കെ പച്ചക്കറിക്കാർക്ക് എങ്ങനെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു? ഡിജിറ്റൽ ക്യാഷ് എങ്ങനെ സാധ്യമാവും? പിച്ചക്കാർ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ സാർ? പിച്ചക്കാർ. എൻ്റെ വീട്ടിലൊരു ദിവസം 10 രൂപ, ഞാൻ വേറെ കാശില്ലാത്തതുകൊണ്ട് 10 രൂപ എടുത്തുകൊണ്ട് കൊടുത്തു പിച്ചക്കാരന്. അപ്പം എന്നിട്ട് ഞാൻ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു, എടുത്തു വെച്ച കാശൊന്നുമില്ല, നമ്മൾ പട്ടിണി, നമ്മൾ ദാരിദ്ര്യം അവനോട് പറയണ്ടല്ലോ, അപ്പോൾ എടുത്തു വെച്ച കാശൊന്നുമില്ല, ഇനി വരുമ്പോൾ ഞാൻ എടുത്തു വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെന്താണെന്നറിയോ, ഇവൻ്റെ തുണി പൊക്കിയിട്ട് ട്രൗസറിൻ്റെ ഉള്ളിൽ നിന്ന് ഇവൻ്റെ ഇത് എടുത്ത് കാണിക്കും, ഒരു കാർഡിൽ QR കോഡ് പിച്ചക്കാരൻ്റെ കയ്യിൽ. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഇന്ത്യ യാചകന്റെ കയ്യിലെ QR കോഡ്, യാചകന്റെ കയ്യിലെ മാറ്റം വലിയ മാറ്റമാണത്, വലിയ മാറ്റമാണ്. മാത്രമല്ല അത് എന്താ, അവൻ്റെ വിശ്വാസം, അവൻ്റെ പണം സേഫാണ്, അവൻ്റെ കയ്യിൽ ഒരു പൈസയും വേണ്ടവന്. അപ്പം അങ്ങനെ ഒരു കാലം വന്നില്ലേ, ഇന്ത്യ വന്നില്ലേ? ആ ഇന്ത്യയിൽ കാശ് കയ്യിലില്ലാത്ത യാചകനും കാശ് കയ്യിലുള്ളവനും സെയിമാണ്. അപ്പോൾ എന്തായി എന്ന് പറയും ഇതിൻ്റെ ഒരു കുഴപ്പം. ഇപ്പോൾ ഇവർ വരുന്നത്, ഞാൻ പറഞ്ഞത് ഈ ആഗോള ടെക് ഭീമന്മാർ ഇന്ത്യയെ തേടി വരുന്നത് ഇത് കണ്ടിട്ടാണ്. കാരണം ചൈനീസ് ഡാറ്റയ്ക്ക് ഇല്ലാത്ത മൂല്യം ഇന്ത്യൻ ഡാറ്റയ്ക്കുണ്ട്, അമേരിക്കൻ ഡാറ്റയ്ക്ക് ഇല്ലാത്ത മൂല്യം ഇന്ത്യൻ ഡാറ്റയ്ക്കുണ്ട്. ഇനി അതിൻ്റെ വേറൊരു സാധ്യത എന്താ അറിയോ? ഇന്ത്യൻ ഡാറ്റ ഉപയോഗിച്ചിട്ട് ഇവൻ സ്റ്റാർട്ടപ്പുകളും ഇവൻ ആപ്ലിക്കേഷൻസും ഇവൻ പുതിയ ചിപ്പുകളൊക്കെ വികസിപ്പിച്ചെടുത്താൽ സംഭവിക്കാൻ പോകുന്ന ഗുണം എന്താ അറിയോ? ആ ഡാറ്റയ്ക്ക് മാർക്കറ്റും കൂടുതലാണ്. കാരണം ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യമുള്ള, ഇന്ത്യൻ സിനാരിയോ ഉള്ള, ഇന്ത്യയുടെ ജീവിത നിലവാരമുള്ള ഒരുപാട് ലോകം പുറത്തുണ്ട്. അതാണ് ഇപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, അവർക്കൊക്കെ ഇന്ത്യൻ മോഡലാണ് ആവശ്യമുള്ളത്. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ തരാമെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു ഇന്ത്യൻ മോഡൽ നിർമ്മിച്ചു കൊടുത്താൽ അത് ലക്ഷ്യമിടുന്നത് വികസനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും ഒരു ഹബ്ബ് എന്ന നിലയിലാണ്. തീർച്ചയായിട്ടും അത് രണ്ട് കാര്യം വളരെ റിജുവനേഷൻ. അതെ, തീർച്ചയായിട്ടും നവോത്ഥാനം തന്നെയാണ്, എന്താ സംശയമുള്ളത്? ഈ ഒരു പുതിയ ഉണർവും പുതിയൊരു പുനർനവീകരണത്തിൻ്റെ നാട്, പുനർനവീകരണമാണ് തീർച്ചയായിട്ടും. ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ 5000 വർഷത്തെ പാരമ്പര്യമുള്ള, ഏറ്റവും ചുരുങ്ങിയത് 5000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നാട് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 5000 വർഷം മുമ്പല്ല നിൽക്കുന്നത്, ഏതാണ്ട് 1000 വർഷമെങ്കിലും മുന്നോട്ടാണ് നമ്മൾ. അതാണ് വ്യത്യാസം. അത് ഈ കമ്പനികൾക്ക് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് R&D ആണെങ്കിലും ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു വലിയ അർത്ഥവും സ്വാധീനവുമുള്ള ഒരു ഉൽപാദന കേന്ദ്രമാക്കി ഇന്ത്യയെ മാറ്റുമ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സ്വാധീനവും ഉത്തരവാദിത്വവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിലൊരു വലിയൊരു ഒരു മിഷനുണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞതിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ ലോകത്തിൻ്റെ ഒരു ഇൻഡോസെൻട്രിക് വേൾഡ് വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, അതിനെ അപായപ്പെടുത്താനുള്ള ശക്തികൾ വളരെ സജീവമാണ്. തീർച്ചയായിട്ടും. ചുറ്റുവട്ടത്തും പത്മവ്യൂഹത്തിലെ അഭിമന്യുവിനെ പോലെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നു. ഇപ്പോൾ തൽക്കാലം അത്തരം ആക്രമണങ്ങൾക്ക് കളമൊരുങ്ങാത്തത് എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ്. തൊട്ടാ വിവരം അറിയുമെന്നൊരു ഇവിടെ ചക്രവ്യൂഹം പണിയാൻ ആളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ശത്രുക്കൾ പെരുകുന്നത് പോലെ തന്നെ ഇന്ത്യയെ സഹായിക്കാനും ആളുണ്ട്. കാരണം പരസ്പര സഹായ കരാറുകളാണ്. നമ്മളിപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ, നമ്മുടെ ബ്രിക്സ് പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യ ആരെങ്കിലും ഒന്നും തോളത്ത് കൈയിടാറില്ലല്ലോ. ചൈനയും റഷ്യയുമാണ് നമ്മൾ ഇടത്തും വലത്തും നിൽക്കുന്നത്. ആ തോളത്ത് കൈയിടുന്നത് പൂർത്തിയാക്കിയാൽ പിന്നെ ചിന്തിക്കണം, തീർന്നില്ലേ? അപ്പോൾ അത് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി ചൈനയിലേക്ക് പോയാലുള്ള അപകടമാണ്. ഇപ്പോൾ ഇതിൽ ഈ 2 രാജ്യത്ത് പോയാലുള്ള അപകടം അവർക്കറിയാം. ചൈനയിൽ പോയാലും റഷ്യയിൽ പോയാലുള്ള അപകടം. ഒന്ന്, റഷ്യക്ക് വലിയ അധിനിവേശ മോഹമുണ്ട്, യൂറോപ്പ് കീഴടക്കാനുള്ള വലിയ നീക്കത്തിലാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ഏത് നേരത്തും ആ രാജ്യം സുരക്ഷിതമല്ല എന്നുള്ള. ബാൾട്ടിക് രാജ്യങ്ങളാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതെ, എല്ലാ രാജ്യങ്ങളും. ഇപ്പോൾ യൂറോപ്പിനെ എവിടെ ലക്ഷ്യം വെച്ചാലും
റഷ്യയിലേക്ക് ഏത് സമയത്തും തിരിച്ചടി ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റഷ്യ അത്ര സേഫ് ആവണമെന്നില്ല. ചൈനയിൽ പോയി ചൈനയെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അവിടെ സ്വാതന്ത്ര്യവും കുറവാണ്. അവിടെ വളർച്ച നിയന്ത്രണമുണ്ട്. ഇന്ത്യക്ക് സ്കൈ ആണ് അവരുടെ ലിമിറ്റ്. അതാണ് അനാർക്കിയാണ് നമ്മുടെ അലങ്കാരം. അത് ജാക്മായുടെ വാക്കുകളാണ്. ഇന്ത്യൻ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ സൗഭാഗ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. സത്യമാണ്, ഇന്ത്യയുടെ വില അറിയാത്തത് ഇന്ത്യക്കാർക്കാണ്. ഇതിനു മുമ്പ് ജാക്മ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജനാധിപത്യം വളരെ ഉദാരമാണ്, നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ല, ആർക്കും എന്തും വിളിച്ചു പറയും. അതാണ് നിങ്ങളുടെ ആ അനാർക്കിയാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം. നിങ്ങളത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് ആകാശത്തോടെ വളരാമെന്ന്. ഇത് ഇന്ത്യയുടെ വില അറിയാത്തത് ഇന്ത്യക്കാർക്കാണെന്ന് ഇതിനു മുമ്പ് ഒരു എഴുത്തുകാരൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ 21-ാം നൂറ്റാണ്ടിൽ വായിക്കപ്പെട്ട പുസ്തകം അൽക്കെമിസ്റ്റാണ്. പൗലോ കൊയ്ലോയുടെ അൽക്കെമിസ്റ്റിനെ കുറിച്ച് അമേരിക്കയിൽ നടന്നൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ഒരു ഫിലോസഫിക്കൽ തോട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബീജം ഇത് എവിടുന്ന് കിട്ടിയതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രാജ്യത്തിൻ്റെ ഫിലോസഫിയാണിത്. ഇന്ത്യ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര്. ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ, ആ രാജ്യത്തിൻ്റെ ഫിലോസഫിയിൽ ഒരു അടിത്തറയുണ്ട്. എന്താ കാര്യം എന്നറിയോ? നിൻ്റെ ശക്തി നിൻ്റെ ഉള്ളിലാണ്, നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. തത് ത്വം അസി. ഈ 40 ആലോചിച്ച് നോക്കൂ, 40 ദിവസം വ്രതം എടുത്ത് ഇരുമുടിക്കെട്ടും കെട്ടി സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ, എന്നിട്ട് 18 പമ്പയിലെ ഈ തണുത്ത് വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് 18-ാം പടി അയ്യപ്പനെ കാണാൻ ചെയ്യുമ്പോൾ അയ്യൻ്റെ സന്ദേശം, എന്തിനാണ് മോനെ ഇങ്ങോട്ട് വന്നത്? കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് നിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്നാ. തത്വം അസി, അത് നീയാകുന്നു എന്നല്ലേ ഉത്തരം. ഇത് തന്നെയല്ലേ അഹം ബ്രഹ്മാസ്മി. ഇത് പഠിപ്പിച്ചത് ഇന്ത്യക്കാരാണ്. പക്ഷെ അവരത് മറന്നുപോയി. ഇന്ന് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ ഇത് എന്നിട്ട് ഞാൻ എഴുതി. എന്താ കാര്യം? എന്താ? നിന്റെ നിധി തേടി, അതാലോചിച്ച് നോക്കൂ. ഫാത്തിമാനെ കെട്ടാൻ വേണ്ടിയിട്ട് സാന്റിയാഗോ കഥ ഓർമ്മയല്ലോ സാറേ. സാന്റിയാഗോയുടെ ജീവിതത്തിൽ ഫാത്തിമ എന്ന് പറയുന്ന സുന്ദരിയെ സ്വന്തമാക്കണം. അതിന് അറേബ്യൻ രീതി അനുസരിച്ച്, ഈജിപ്തിലെ അറേബ്യൻ രീതി അനുസരിച്ച്, ആന്തലൂസിലോ അല്ലേ, അവിടുത്തെ രീതി അനുസരിച്ച് അവർക്ക് അവൾ ആവശ്യപ്പെടുന്ന സ്ത്രീധനം കൂടെ, അവളല്ലെങ്കിൽ അവളെ വാപ്പ ആവശ്യപ്പെടുന്നത് കൊടുക്കണം. അതിന് ഇവൻ്റെ കയ്യിൽ ആട്ടിടയനാണ്, ഇവൻ്റെ കയ്യിൽ പണമില്ല. അത് അവളെ കെട്ടണമെങ്കിൽ ഇവന് നിധി കിട്ടുന്ന ഒരു സന്യാസി ആരോ പറഞ്ഞു കൊടുത്തു. ആ നിധി തേടി നടക്കുകയാണ്. അലഞ്ഞ് അവസാനം കണ്ടെത്തുന്ന അവൻ്റെ കാൽച്ചോട്ടിൽ തന്നെ ഈ സാധനം ഉണ്ട്. അവനിൽ തന്നെയാണ്, അവൻ്റെ ഉള്ളിൽ തന്നെയാണ്. നീ എവിടെയും തേടി അലയേണ്ടതില്ല. നീ നിന്നെ കണ്ടെത്തുക എന്ന് പറയില്ലേ, ഈ ഫിലോസഫിയാണ് ഇന്ത്യ. ജാക്മ പറഞ്ഞതുപോലെ, പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, ഇന്ത്യക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിധി തേടി ഈ ടെക് കമ്പനികളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന ആ നിധിയാണ് ഇപ്പോൾ ലോകം കണ്ടെത്തുന്നത്. അതുകൊണ്ട് കുറച്ച് വൈകിയായി അവർ ഉണരാനേ അർത്ഥമുള്ളൂ. ഇന്ത്യയും അത് അറിയാൻ വൈകിയിട്ടുണ്ട് കേട്ടോ, തർക്കമൊന്നുമില്ല. ഇന്ത്യയും അത് ഉണരാൻ വൈകിയിട്ടുണ്ട്. അപൂർവ നിധിയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യയുടെ സമ്പത്തും, ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ, ഇന്ത്യയുടെ ബൗദ്ധിക ശക്തി, ഹ്യൂമൻ റിസോഴ്സ്, ഇന്ത്യയുടെ നിധി, ഇന്ത്യയുടെ ശക്തി അതിൻ്റെ ആത്മാവിലാണ്. തീർച്ചയായിട്ടും അത് കാണാൻ ഞാനൊരു കാര്യം കൂടി പറയട്ടെ സാർ. എൻ്റെ ഈ ആൽക്കെമിസ്റ്റ് പോലൊരു പുസ്തകം ലോകത്തിലെ 100 ആകെ 204 രാജ്യങ്ങളിലേ 185 രാജ്യങ്ങളിൽ ഇപ്പോൾ അത് എത്തിയിട്ടുണ്ട്. ആ പുസ്തകം ഏറ്റവും കുറഞ്ഞ പുസ്തകമാണ്. അതും നമ്മുടെ ആത്മാവാണ്. ക്യാപ്സ്യൂളാണ് നമ്മൾ. ഒറ്റ വാക്യത്തിലെല്ലാം ഉണ്ട്. 3 വാക്കിലുണ്ടാവും ഈ പറഞ്ഞ ഫിലോസഫി. ഈ 3 വാക്കിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് 100 പേജിൽ കൂടുതൽ ഇത് എഴുതാൻ പാടില്ല. നമ്മുടെ പല എഴുത്തുകാരുടെ അന്ധവിശ്വാസം എന്താണെന്നറിയോ? 1000 പേജ് എഴുതിയാൽ വലിയ പുസ്തകം, എന്നിട്ട് ഈ പുസ്തകം വീണിട്ട് കുട്ടികൾക്ക് പരിക്കേൽക്കണം, നോക്കിയിട്ട് അവാർഡ് കൊടുക്കും. അപ്പോൾ ഇങ്ങനൊരു കാലമാണ്. അപ്പോൾ ഇതൊരു വലിയ പാഠമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ മഹത്വം ഇന്ത്യക്കാർ മനസ്സിലാക്കുന്നു, ഇന്ത്യക്കാരെക്കാൾ മുമ്പേ ലോകം മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഈ മഹാനിധി തേടി വരുന്നവരെ നമ്മുടെ വിഖ്യാതമായൊരു വാക്യം കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. അതിഥി ദേവോ ഭവ. നമസ്കാരം സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.